അല്ല, ഞാനെന്താ ഇവിടെ? എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? നീ വിഷമിക്കണ്ട, ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ എത്തി നിന്നെ കൊണ്ടുപോകും. പേര്? വിലാഷ് ഷാറജി. നിന്റെ പേര് ബിലാഷ് എന്നാണോ? അല്ലല്ല, എൻ്റെ പേര് റിജു ചാറ്റർജി. പ്രായം? 32. നിന്റെ പ്രായം പറ. 32. നിന്റെ കല്യാണം എവിടെ? എനിക്കറിയില്ല. എനിക്ക് താറാവാകാൻ കഴിയും. നിനക്ക് താറാവാൻ കഴിയും? നീ കാണുന്നില്ലേ, വാസ്തവത്തിൽ നിങ്ങൾക്കൊരു ഫോൺ നമ്പർ പോലുമില്ല. നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന കോർണർ ഇന്ത്യയിൽ പോലുമില്ല. നിങ്ങൾക്ക് കോർണറുടെ ഇന്റർനാഷണൽ കോണ്ടാക്ട് നമ്പർ ഉണ്ടോ? നിങ്ങളുടെ മൊബൈലൊന്ന് തെരഞ്ഞു നോക്ക്. എന്തേ, മണി മുഴങ്ങുന്നുണ്ടോ? എത്ര കാലായി നിന്നെ ഒന്ന് ഞാൻ കണ്ടിട്ട്. എന്റെ പൊന്നു ചേച്ചി എവിടെയാന്ന് പറയോ? അതെ, ഞാൻ എന്റെ ചേച്ചി ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതെ, നീ എന്താ ഒന്നും മിണ്ടാത്തെ? എന്താ നിനക്ക് പറ്റിയേ? അളിയാ, എന്റെ പെങ്ങൾ എവിടെയാണെന്ന് പറയടോ. ജിജു, ഞാനേ ക്യാമ്പസിൽ ഫസ്റ്റ് റാങ്ക് എത്തിയിരിക്കെ, അറിയോ നിനക്കത്? എല്ലാ സ്റ്റുഡൻസ് എന്നെ ഒരുപാട് പ്രശംസിച്ചു. പിന്നെ ഞാനിപ്പോ ഉള്ളത് മെൽബണിലാണ്, അറിയോ? അതായത് ഞാൻ ഇന്ന് ഇവിടെ വന്ന് ജോയിൻ ചെയ്തേ. വരും കേട്ടോ. ജിജു, ഹലോ. എന്താണ് ഫോൺ മിണ്ടാത്തെ? വേഗം ഫോൺ എന്റെ ചേച്ചിക്ക് കൊടുക്ക്. കൊറേ കാലം ഞാൻ അവളായിട്ട് സംസാരിച്ച്. അവളെ കാണണമെന്നുണ്ട്. എവിടെ പോയി? ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു. നിങ്ങൾ എവിടെയാ ഉള്ളത്? എനിക്കെന്താ നിങ്ങൾ ഡെയിലി ഫോൺ ചെയ്യാത്തെ? ഞാൻ ഉടനെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും കേട്ടോ. ഞാൻ വേഗം തന്നെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ജിജു, ഞാൻ പറയുന്നതെല്ലാം കേൾക്കണല്ലോ. ഇത്രയും ദിവസം നിങ്ങൾ അവളോടൊപ്പം ഉണ്ടായിരുന്നു. നിങ്ങളുടെ ചിന്തകൾ, മതിഭ്രമങ്ങൾ എന്തുതന്നെയായാലും നിങ്ങളുടെ ഭാര്യ ഇപ്പോൾ അപകടനില തരണം ചെയ്തു. നിങ്ങൾ അവളെ ഉപേക്ഷിക്കണം. പക്ഷേ നിങ്ങൾ കുറച്ചുകാലം ഇവിടെ താമസിക്കണം, കുറച്ച് ദിവസങ്ങൾ. രോഗം യഥാർത്ഥത്തിൽ നിങ്ങളിൽ വളർന്നു സർ. നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും രോഗം ബാധിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാണ്. ശാലികയെ കണ്ടെത്താൻ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത് പോയി. അവൾക്കും രോഗം പകർന്നു. അതിൻ്റെ പേര് സ്കിസോഫ്രീനിക് രോഗം. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരു കാര്യമെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിസോഫ്രീനിയ രോഗവും ബാധിക്കും. നിങ്ങൾക്കറിയുമോ, ഈ രോഗത്തിൽ 45% രോഗികളും ആത്മഹത്യ ചെയ്യാൻ പ്രവണതയുള്ളവരാണ്. പോയി നന്നാകാൻ ശ്രമിക്കൂ. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും.